ബജറ്റ് വിശകലനങ്ങളിലേക്കാണ് ശ്രീ എം വിജിൻ CPM നേതാവ് MLA ശ്രീ റോജി എം ജോണിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് നേതാവ് MLA കേണൽ ഡിന്നി ഉൾപ്പെടെയുള്ളവരെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഈ മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നത്. ആദ്യം വിജിനിലേക്കാണ്. വിജിൻ, വളരെ കൗതുകകരമായ ചില പരാമർശങ്ങൾ കൂടി, കൗതുകം എന്നത് ഒരർത്ഥത്തിൽ ഞാൻ പറഞ്ഞാണ്, പരാമർശങ്ങൾ കൂടി ധനമന്ത്രിയുടെ ഭാഗത്ത് ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. കേരയിൽ വരും കേട്ടോ എന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരയിൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലേ, അതുമായി മുന്നോട്ട് പോകുമോ, അത്തരമൊരു കാഴ്ചപ്പാടിന്റെ കൂടി പരാമർശമാണ് ബജറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി 100 കോടി ഉൾപ്പെടെ വകയിരുത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ജനകീയമായൊരു ബജറ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രയോഗം കടമെടുത്താൽ ന്യൂ നോർമൽ, അതാണ് അദ്ദേഹം ഈ ബജറ്റിനെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. ഏതായാലും കേരളത്തിൻ്റെ ജനതയുടെ എല്ലാ മേഖലയും, പ്രത്യേകിച്ച് അടിസ്ഥാന മേഖലയെ നന്നായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ജനകീയ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിൽ എല്ലാ മേഖലയുമുണ്ട്. വിദ്യാഭ്യാസത്തെ വളരെ മനോഹരമായി, ഒരുപക്ഷെ +2 വരെ സൗജന്യ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമായിട്ടാണ് കേരളത്തെ നേരത്തെ അടയാളപ്പെടുത്തിയെങ്കിൽ ഇനി മുതൽ ഡിഗ്രി വരെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഉൾപ്പെടെ സൗജന്യ വിദ്യാഭ്യാസം, ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അപ്പോൾ അതിനോട് അങ്ങ് ചോദിച്ചൊരു ചോദ്യം, ഇവിടെ കേരയിൽ ഉൾപ്പെടെ ഇപ്പോൾ പുതിയ അതിവേഗ പാതയ്ക്ക്, കേരയിൽ എന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ കണ്ണൂരുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, ജനങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അതിവേഗ 3 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് കാസർഗോഡ് വരെയുള്ള അതിവേഗ പാത എന്നത് ഇന്നിൻ്റെ അനിവാര്യത കൂടിയാണ്. അപ്പോൾ ആ നിലയിലാണ് ഈ ഗവൺമെൻറ് ആ തീരുമാനമെടുത്തത്. കേന്ദ്രം അതിൽ കാണിച്ച ചില സമീപനങ്ങളുണ്ട്. കേരളം കാത്തിരിക്കുക തന്നെയാണ്. അതിനോട് ചേർന്ന് ഒരു അതിവേഗ പാത കേരളം അതിന് 100 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. അതിൻ്റെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. അതോടൊപ്പം ഒരുപാട് മേഖലകളെ സ്പർശിച്ചിട്ടുണ്ട്. അംഗനവാടി ടീച്ചർമാരുടെ 1000 രൂപ വർധനവ്, ഹെൽപ്പർമാരുടേത് 500 രൂപയുടെ വർധനവ്, സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ്, ക്ഷേമ പെൻഷന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ ബജറ്റിൽ മാറ്റിവെച്ചത്. അതോടൊപ്പം ഓട്ടോ സ്റ്റാൻഡുകൾ, ഇപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് വളരെ കാരണം പലപ്പോഴും ജനപ്രതിനിധി എന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്ന പല ഓട്ടോ സ്റ്റാൻഡുകളിലും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും മാതൃക ഓട്ടോ സ്റ്റാൻഡുകൾ വരുന്നു. അവർക്ക് ഓട്ടോറിക്ഷ, പ്രത്യേകിച്ച് ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സബ്സിഡികളും സഹായങ്ങളും വരുന്നു. അതോടൊപ്പം അവർക്ക് ഇൻഷുറൻസ് പദ്ധതികൾ വരുന്നു, ടാക്സി തൊഴിലാളികൾക്ക് വരുന്നു. അങ്ങനെ ഓരോ മേഖലയിൽ സ്പർശിച്ചുകൊണ്ട് ആശാ വർക്കർമാർക്ക് 1000 രൂപയുടെ വീണ്ടും ഒരു വർധനവ് കൂടി ഓണറേറിയത്തിൽ വരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ട് വളരെ സജീവമായ ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച്, അതോടൊപ്പം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ പോലെ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണന നിൽക്കുന്നു. സാമ്പത്തികമായി ഉപരോധം തന്നെ തീർക്കുകയാണ് കേന്ദ്രം. പക്ഷേ തനത് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും കേരളം വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായ ഉപരോധത്തിനിടയിൽ അതിന് മറികടന്നുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്ന ഒരു ജനകീയ ബജറ്റ് കൂടിയാണ് ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്.